പാറാവുന്ന സെക്യൂരിറ്റിക്കാരനെ കയ്യേറിയിട്ടുള്ള പാർട്ടി ഗുണ്ടകളെ കണ്ടില്ലേ നമ്മൾ? പാറാവുന്ന സെക്യൂരിറ്റിക്കാരനെ നിയമം അകത്ത് കടക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ കയ്യേറ്റം ചെയ്ത് അവരെ മർദ്ദിച്ചൊതുക്കിയിട്ടുള്ള പാർട്ടി ഗുണ്ടകളെ കണ്ടില്ലേ ഇവിടെ ഭരണകക്ഷിയാളുകളെ? ഇതാണ് ഇവിടെ നടക്കുന്നത്. കുറച്ചാളുകൾ ഇവിടെ എല്ലാം തട്ടിപ്പറിച്ചെടുക്കുകയാണ്. ഇപ്പോൾ പറയുന്നു എയിംസ് വേണം. ഇന്നിപ്പോ ബജറ്റ് അവതരിപ്പിക്കുകയാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ 11 മണിക്ക്. എയിംസ് വേണം എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന്റെ പുറത്ത് കയറി നടക്കുകയാണ്. കയ്യിലിരിക്കുന്ന ഒരു ആശുപത്രി, പണ്ടത്തെ മഹാരഥന്മാരായ ആളുകൾ നട്ടു നനച്ച് വളർത്തിയിട്ടുള്ള ഈ സ്ഥാപനം, പാവപ്പെട്ടവരുടെ ആശാകേന്ദ്രമായിട്ടുള്ള ഈ സ്ഥാപനത്തെ കാലിത്തൊഴുത്തിനേക്കാൾ മോശമായ നിലയിലേക്ക് ചവിട്ടിയരച്ച് തരം താഴ്ത്തിയിട്ടുള്ള ഈ ഭരണക്കാരായിട്ടുള്ള ആളുകളെ ചാട്ടമാറുകൊണ്ട് അടിച്ച് അവർ അറബിക്കടലിലേക്ക് വലിച്ചെറിയേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത്തരമൊരു സമരമായിരിക്കില്ല ഇവിടെ നടക്കുക എന്ന് എനിക്കറിയാം. കാരണം ഈ സമരത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന അഡ്വക്കേറ്റ് പ്രകാശ് ബാബു കഴിഞ്ഞ കാലത്ത് നടത്തിയിട്ടുള്ള ഒരുപാട് സമരത്തിന്റെ രീതി നമുക്കറിയാം. അങ്ങനെയുള്ള പല സമരങ്ങളൊക്കെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഉടനെ ചെയ്യേണ്ട, പരമ്പര പതുക്കെ ചെയ്താൽ മതി. ഞാൻ ഈ ആശുപത്രിയിൽ കിടന്നിട്ടുണ്ട്. ഞാൻ പന്തിയങ്കര പോലീസ് സ്റ്റേഷനിലേക്ക് കുറച്ച് പ്രവർത്തകരെയും കൂട്ടി മാർച്ച് ചെയ്തതിന്റെ പേര് രഘുവിനറിയാലോ. അടുത്ത പോലീസുകാരെല്ലാം കൂടിയിട്ട് ഞങ്ങളെ തല്ലി, പരിക്കും പറ്റി. പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ സാധാരണ പണ്ട് സമരം ചെയ്യാറില്ല. സർക്കാർ ആശുപത്രിക്ക് മുമ്പിൽ സമരം ചെയ്യും, പോലീസുകാർ വന്നിട്ട് അറസ്റ്റ് ചെയ്യും. അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സമരം ഞങ്ങൾ ഒരുപക്ഷെ ഞങ്ങളുടെ പക്വത കുറവ് കൊണ്ടാണെന്ന് പറഞ്ഞു. ഏതായാലും പ്രകടനമായിട്ട് അവിടെ പോയി. ഞങ്ങൾക്ക് തല്ല് കിട്ടി, പരിക്ക് പറ്റിയിട്ട് ഞാൻ ഈ ആശുപത്രി ഉണ്ടായിരുന്നു. അന്നേ ഈ ആശുപത്രി ഏതാണ്ട് ഈ ഗതികേടിന്റെ തുടക്കം അന്നേ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ദയനീയമായിരുന്നു ഇവിടുത്തെ സ്ഥിതി. ഇവിടെ ഒരുപാട് ആളുകൾ, ബന്ധുക്കളെയും സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും കൊണ്ട് നമ്മൾ ഈ ആശുപത്രിയിൽ വന്ന് കയറിറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ആശുപത്രിയെ ഒന്നിനും കൊള്ളാത്ത ഒരു കെട്ടിടം മാത്രമാക്കി മാറ്റുന്ന രീതിയിലുള്ള സമീപനമാണ് ആരോഗ്യ വകുപ്പും സംസ്ഥാന സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വരാനിരിക്കുന്ന നാളുകൾ ഞാൻ പറയുന്നത്, നമ്മുടെ സമാധാനപരമായ സമരം കൊണ്ട് കാര്യം മനസ്സിലാക്കുവാൻ ശ്രദ്ധയുള്ള ഒരു ജനാധിപത്യ ബോധമുള്ള സർക്കാർ അല്ല ഇവിടെ ഉള്ളത്. അങ്ങനെയുള്ള ഒരു സർക്കാർ ആയിരുന്നുവെങ്കിൽ നമ്മളിങ്ങനെ ഇത്രയും ഇവരൊക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് വെയിൽ കൊള്ളേണ്ട കാര്യമുണ്ടോ? നല്ല വെയിലാണെങ്കിൽ കുറച്ചൊക്കെ ആരോഗ്യത്തിന് സാധ്യതയുണ്ട്. പക്ഷെ ഈ സമയത്തെ വെയിൽ അത്ര നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ ഇത് കണ്ടോ നിങ്ങൾ? ഇത് വെക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ആശുപത്രിയിലാണെന്ന. കാരണം ഇത് വെക്കുക വയറും ഒക്കെ ഘടിപ്പിക്കുകയാണ് നിങ്ങളെ. ഇതാണ് ഇപ്പോഴത്തെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്നത്, ഇന്നത്തെ സമരം ഒരു തുടക്കം, വരാനിരിക്കുന്ന ഒരു കൊടുങ്കാറ്റിന്റെ തീവ്രതയുള്ള സമരത്തിന്റെ ചെറിയൊരു ആരംഭം. ഈ ഇളങ്കാറ്റിന്റെ രൂപത്തിൽ തുടങ്ങിയ ഈ സമരം, ജനകീയ സമരം, ഒരു കൊടുങ്കാറ്റിന്റെ ശക്തി ആർജിച്ച് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ രോഗികളെയും അവരുടെ ബന്ധുക്കളെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവർ ഈ കുത്തരിഞ്ഞു കിടക്കുന്ന ഈ സ്ഥാപനത്തെ കുത്തിക്കെട്ടി നേരെയാക്കാനുള്ള സന്മനസ് ഇവർ കാണിക്കുന്നില്ലെങ്കിൽ ഇത്തരം ആളുകളെ തെരുവിലിട്ട് കൈകാര്യം ചെയ്യുവാനുള്ള കരുത്തുള്ള പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് അവരെ വിനയപൂർവ്വം ഓർമ്മിച്ചുകൊണ്ട് ഈ ജനകീയ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ പി രഘുനാഥ് മാസ്റ്റർ, ബഹുമാന്യരായിട്ടുള്ള OBC മോർച്ചയുടെ സംസ്ഥാന മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുമ്പിൽ സാഹചര്യം ഒരുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി. ആയിരക്കണക്കിന് രോഗികൾ എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിയിട്ടുള്ള രോഗികൾ ഈ മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് പറയും മരുന്നില്ല, പറയും സർജിക്കൽ കിറ്റില്ല, ഡയാലിസിസിന് വരുമ്പോൾ പറയും ഡയാലിസിസിന്റെ ഫ്ലൂയിഡ് ഇല്ല. മെഡിക്കൽ കോളേജിൽ ഇന്ന് പാവപ്പെട്ട രോഗികൾ അനുഭവിക്കുന്നതും, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 3 ആഴ്ചക്കാലമായി ഈ കോളേജിലെ ന്യായ ഔഷധ വിതരണശാലയിലും മരുന്നില്ല. അവിടെ പോയാൽ ഇവിടെ സൂചിപ്പിച്ചു മരുന്നില്ല എന്നുള്ളൊരു കുറിപ്പ് കിട്ടും. CLD പുറത്തു കൊണ്ടുവന്നു. കഴിഞ്ഞ 9 മാസക്കാലമായി
പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വിതരണം നടത്തുന്ന കമ്പനികൾക്ക് 90 കോടി രൂപ ഈ നെറികെട്ട പിണറായി വിജയന്റെ സർക്കാർ കൊടുക്കാൻ ഇന്ന് കടമായിരിക്കുകയാണ്, ബാധ്യതപ്പെട്ടിരിക്കുകയാണ്. 90 കോടി രൂപ മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാത്തതിന്റെ പേരിൽ ഇന്നിവിടെ എത്രയോ നമ്മൾ അറിയാത്ത പാവങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോവുകയാണ്. ഇന്നലെ ഒരു നേരനുഭവം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. 2 കാലുമൊടിഞ്ഞൊരു രോഗി ഈ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. വളരെ അത്യാസന്ന നിലയിൽ സർജറി ചെയ്യേണ്ട ആ രോഗിയോട് ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങളുടെ 2 കാലിനും നീരുണ്ട്, അതുകൊണ്ട് നിങ്ങൾ 15 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ചു. ഇവിടെ നിന്ന് പണം കടം വാങ്ങി തൊട്ടടുത്ത ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഒരു നീരുമില്ല, ഒന്നുമില്ല. ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ? ഇത് തന്നെയാണ് ഓരോ ദിവസവും ഇവിടെ അനുഭവിക്കുന്നത്. 5 കോടി രൂപ മുടക്കി 500 കിടക്കകളുള്ള 19 ഓപ്പറേഷൻ തിയേറ്റർ. ഈ സമരം ഇന്ന് 21ാമത്തെ ദിവസമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഈ കോളേജിന്റെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ എല്ലാ കാലവും ഇങ്ങനെ മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ വന്ന് സത്യാഗ്രഹം, നിരാഹാരം എന്നൊന്നും പറഞ്ഞ് തിരിച്ചു പോകുന്ന പാർട്ടിയല്ല കോഴിക്കോടിന്റെ മണ്ണിലെ ഭാരതീയ ജനതാ പാർട്ടി. വരും ദിവസങ്ങളിൽ അടിയന്തരമായി 2-3 ദിവസം കൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ കോഴിക്കോടിന്റെ മണ്ണിൽ വിരിമാരത്ത് മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രികളെ തെരുവിൽ തടയാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഒരടി ഞങ്ങൾ പുറകോട്ട് പോകില്ല. ഇത് മലബാറിലെ 5 ജില്ലകളിലെ പാവപ്പെട്ട സഹോദരന്മാരുടെ ചികിത്സക്ക് വേണ്ടിയുള്ള സമരമാണ്, പ്രഖ്യാപനമാണ്. സംസ്ഥാനത്തെ മന്ത്രിമാരെ കോഴിക്കോടിന്റെ മണ്ണിൽ തടഞ്ഞുകൊണ്ടുള്ള സമരത്തിനടക്കം ഇനി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ത്യാഗോജ്വലമായിട്ടുള്ള സമരത്തിന് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ സമരഭടന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം. ഞാനൊരു നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല. ഞാൻ വരുമ്പോ പ്രസംഗിക്കാൻ എന്നെ വിളിച്ചപ്പോൾ തന്നെ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞു, പൊതുവെയിലത്താണ്, അധികം നീട്ടരുത്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഉദ്ഘാടന പ്രസംഗവും അതുപോലെ ജില്ലാ അധ്യക്ഷന്റെ പ്രസംഗവും മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയെക്കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടും അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്ത ഒരു ആരോഗ്യ വകുപ്പാണ് പ്രിയമുള്ളവരെ ഇന്ന് സംസ്ഥാനത്തുള്ളത്. ഇതൊന്നും ഇന്നലെയും തുടങ്ങിയതല്ല. UDFന്റെ ഭരണകാലത്ത് ഇതുപോലുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. പരിഗണന കൊടുക്കാത്തതിന്റെ ഫലമായി ഓരോ വർഷം കഴിയുന്നതിന് ശേഷം ബന്ധുക്കളോട് വിലപേശി കാശ് വാങ്ങുന്ന അതിക്രൂരനായിട്ടുള്ള ഒരു ഡോക്ടറുടെ ചരിത്രം ഈ മെഡിക്കൽ കോളേജിലുണ്ട്. ആ ഡോക്ടറെ അന്നത്തെ നക്സൽബാരികൾ ജനകീയ വിചാരണ നടത്തി ചെരുപ്പുമാല അണിയിച്ച് ഈ നമ്മൾ നിൽക്കുന്ന ഈ തെരുവിന്റെ മുന്നിലൂടെ നടത്തിയ ഒരു വലിയ ചരിത്രം ഈ മെഡിക്കൽ കോളേജിലുണ്ട്. ആർജിക്കുകയും ചെയ്ത തുടക്കം വാസ്തവത്തിൽ അവിടെ ആയിരുന്നു. സാധാരണക്കാരായ ലക്ഷപ്രഭുക്കന്മാരും കോടീശ്വരന്മാരുമായി മാറുന്ന ഡോക്ടർമാരുടെ സേവനം ഉണ്ടായിരുന്നു ഇവിടെ. അതിന്റെ പേരിൽ ഇവിടെ അരങ്ങേറിയിട്ടുള്ള കേരളത്തിന്റെ ശ്രദ്ധ മുഴുവൻ പിടിച്ചു പറ്റിയിട്ടുള്ള സമരത്തിന്റെ ചരിത്രം ഈ മെഡിക്കൽ കോളേജിലുണ്ട്. അന്ന് ഞങ്ങളൊക്കെ ഈ കോഴിക്കോട് നഗരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തകന്മാരായി പ്രവർത്തിക്കുന്ന കാലമാണത്. ആ സമരത്തെ തുടർന്ന് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു, ഡോക്ടർമാരെ കണ്ടിരുന്നു, എല്ലാ തരത്തിൽപ്പെട്ട ഡോക്ടർമാരെയും കണ്ടിരുന്നു. എന്താണ് പ്രശ്നമെന്ന് അന്വേഷിച്ചിരുന്നു. രോഗികളെയും അവരുടെ ബന്ധുക്കളെയും കണ്ടിരുന്നു. പാവപ്പെട്ട രോഗികൾ മറ്റ് ചികിത്സ തേടാൻ നിവൃത്തിയില്ലാതെ നിത്യവരുമാനമില്ലാത്ത എത്രയോ ആയിരക്കണക്കിന് 10,000-കണക്കിന് രോഗികളാണ് ചികിത്സയ്ക്ക് വേണ്ടി ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി അഭയം പ്രാപിക്കുന്നത്. അവരോട് കാരുണ്യത്തിന്റെ ഒരു തരി പോലും കാണിക്കാതെ ആ രോഗികളെയെല്ലാം കറവ പശുക്കളാണെന്ന് കരുതി അവരെ പീഡിപ്പിക്കുന്ന ഒരു നയമായിരുന്നു ഇവിടുത്തെ ഒരു സംഘം ഡോക്ടർമാർക്കും അധികൃതർക്കും എന്നുണ്ടായിരുന്നത്. അതിനെതിരെ